കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ ഏക എം.പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും പാർലമെന്റിൽ ചില കോപ്രായങ്ങൾ കാണിക്കുകയുണ്ടായി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ചില ആംഗ്യ പ്രയോഗങ്ങൾ. നമുക്ക് ആദ്യം സുരേഷ് ഗോപിയുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ആ ആംഗ്യ പ്രയോഗങ്ങളൊന്ന് കണ്ടുവരാം. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള സുരേഷ് ഗോപി 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി മുതൽ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല എന്ന നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനത്തെ മറ്റേത് ഭരണകക്ഷിയിലെ MP സ്വാഗതം ചെയ്യുന്നതിലും ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ സുരേഷ് ഗോപിയും ഇന്ത്യയിലെ മാധ്യമങ്ങളും സർക്കാരും മറച്ചു പിടിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ നികുതി റിട്ടേൺ ഫയൽ ചെയ്തവരോ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരോ അല്ല എന്ന യാഥാർത്ഥ്യം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ വെറും 6.68% പേർ, അതായത് 10% പേർ പോലും 2023-24 സാമ്പത്തിക വർഷത്തിൽ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അതായത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മധ്യവർഗം നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരോ ഈ 12 ലക്ഷം വരുമാന പരിധിയിൽ വരുന്നവരോ അല്ല എന്ന് സർക്കാർ തന്നെ 2024 രാജ്യസഭയിൽ മറുപടി നൽകി കഴിഞ്ഞതാണ്. 2019 ഒരു കണക്ക് പ്രകാരം രാജ്യസഭയിൽ അന്നത്തെ മന്ത്രി, കേന്ദ്ര സർക്കാരിലെ മന്ത്രി നൽകിയ മറുപടി പ്രകാരം ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 80,000 രൂപയിലും താഴെയാണ്. അതായത് ഇന്ത്യയിലെ മധ്യവർഗം എന്ന് വിളിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യര് ഈ പറയുന്ന നികുതി സ്ലാബിന് താഴെ ജീവിക്കുന്ന, താഴെ വരുമാനമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇളവ് ഒരു തരത്തിലും ഇന്ത്യയിലെ മധ്യവർഗത്തെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായതോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ഉപരിവർഗത്തിന് മാത്രം ഗുണകരമായ ഈ പ്രഖ്യാപനത്തെയാണ് സുരേഷ് ഗോപി എന്തോ രാജ്യത്തിന് ലഭിച്ച വരദാനം പോലെ സ്വാഗതം ചെയ്തത്. ബീഹാറിനെ കുറിച്ച് 5 തവണ പരാമർശമുണ്ടായ നിർമ്മലാ സീതാരാമന്റെ പ്രസംഗത്തിൽ വയനാടിന് ഒരു പാക്കേജോ കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്ന് രാവിലെ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഏറ്റവും നീചമായ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് സുരേഷ് ഗോപിയുടെ ഇന്ന് രാവിലത്തെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം കൂടി ഒന്ന് കണ്ടുവരാം. കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പൊലമ്പല് നടത്തിയാൽ പോരാ. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിന് ഒരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി, ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു, ഒരു വലിയ തിരുത്തലായിട്ടാണ് ഇന്നലെ മിഡിൽ ക്ലാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. എല്ലാവരും താഴെ തട്ടിന് മാത്രം, അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണ്. ഒരു MP തരം താണാവുന്നതിൻ്റെ ഏറ്റവും താഴെ നിലയിലേക്ക് സുരേഷ് ഗോപി തരം താണിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പരാമർശങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളം എന്ന സ്വന്തം സംസ്ഥാനത്തെ ഇത്രമേൽ അപമാനിക്കാൻ സുരേഷ് ഗോപിക്കല്ലാതെ മറ്റൊരു കേരളത്തിൽ നിന്നുള്ള MP-ക്കും സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഈ അവസരത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണത്തെ ഇടക്കാല ബഡ്ജറ്റിനിടെ രാജ്യസഭയിൽ നടത്തിയ ചില പരാമർശങ്ങൾ നമുക്ക് മറക്കാനാവില്ല. അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അടുത്ത ബഡ്ജറ്റ് വെറും 6 മാസം അകലെയാണെന്നും അതിൽ ടൂറിസം സർക്യൂട്ട് അടക്കമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ സുരേഷ് ഗോപി അന്ന് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന് മറുപടിയായി തള്ളി മറിച്ചിരുന്നു. നമുക്ക് സുരേഷ് ഗോപിയുടെ ആ വമ്പൻ തള്ളുകൾ കൂടി കണ്ട് അവസാനിപ്പിക്കാം.
Thank you, Honorable Chairman. I very strongly beg to differ with all that has been thrown on my finance minister as well as the Modi ji government. With regards to, I beg to differ because he has spoken untruth. Talking about the budget which is on and on which we are still discussing, the next budget is not so very far away. It's only 6 months or less than 6 months away. And there are more budgets to come also. You were telling the people of Kerala that you can lose hope. No, this is... Please. No. No, John, let the minister continue. Please. I'm answering to your allegations. Look at me. Through you, sir, I'm just putting answers to his allegations, which are fake, I need to tell you. We are envisaging a major spiritual network running from Tamil Nadu into Kerala. The project is in design, and since it's a state subject, let us see, after we project this idea, whether the state government will loyally come forward and support us in having this effectively placed. Thank you.